ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ല എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ? കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ രാവിലെ പെട്ടെന്ന് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള 1-2 ചേരുവകൾ മാത്രം മതി. അപ്പോൾ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ചിട്ടുള്ള അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്താം. 1 കപ്പ് അരിപ്പൊടി, പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് ചേർക്കുന്നത്. ഇട്ട് കൊടുക്കാം. ഒരു 3-4 പുതിനയിൽ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചതച്ച മുളകില്ലേ, അത് ചേർക്കാം. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് എരി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ 1 സ്പൂണ് വെളുത്ത എള്ള് ചേർക്കാം. വെളുത്ത എള്ള് നല്ലൊരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചേർത്താൽ നമ്മുടെ കുട്ടികൾക്ക് ഒക്കെ വയറ്റിലെത്തുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനാണ് വെളുത്ത എള്ള് ചേർക്കുന്നത്. ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. ഇതിലോട്ട് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പൊടിക്കനുസരിച്ചിട്ട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ അളവിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. കട്ടകളില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതാ കട്ടകളൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ സ്പൂൺ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ ഇതേപോലെ കിട്ടണം. ഇത്രയാണ് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരിട്ട് തന്നെ ഉണ്ടാക്കാം. പാൻ ചൂടാക്കാൻ വെക്കാം. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. ഇതാ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ തവി വീതം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നേരിയതായിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഒരല്പം നെയ്യ് ഇതിൻ്റെ ചുറ്റിലൊന്ന് ഇട്ട് കൊടുത്തിട്ടായിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൈ പൊള്ളാതെ വേണം തിരിച്ചിട്ടൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ ആ സൈഡും ഇതേപോലെ ഒന്ന് മൊരിഞ്ഞെടുത്താൽ മാത്രം മതി. ഇതാ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലോണം പൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പം അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. കറികൾ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.